വഴിക്കടവ് വെള്ളക്കട്ടയിൽ 15-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ചേരിതിരിഞ്ഞ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ. വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ദാരുണ സംഭവത്തെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് CPIM-ഉം വനമന്ത്രിയും ആവശ്യപ്പെട്ടു. KSEBക്ക് വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ ആവശ്യം. അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 15 വയസ്സുകാരൻ മരിച്ച സംഭവമാണ് നിലമ്പൂരിൽ ചർച്ചാ വിഷയം. സംഭവത്തിനു പിന്നാലെ UDF പ്രവർത്തകർ നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞ വനം മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. സ്വന്തം വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചനാ വാദമെന്നും വനം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. അതിനെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. വളരെ മ്ലേച്ഛമാണ്, വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട്. അന്വേഷണാവശ്യത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നതയെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച ഈ പ്രശ്നത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് പരിശോധിച്ച് അന്വേഷണം നടത്തി അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് പുറത്തു വരിക തന്നെ വേണം. വനമേഖലയായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്യജീവി ശല്യം നേരത്തെ മുതൽ ചർച്ചയാണ്. പുതിയ സംഭവങ്ങളോടെ ചർച്ച കൂടുതൽ സജീവമായി. 24 നിലമ്പൂർ.